ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 7 സെൻറ്റ് സ്ഥലം, അപ്സ്റ്റെയർ ആയിട്ടുള്ള 3 ബെഡ്റൂമുള്ള വീട്, നല്ല അടിപൊളി വീടാട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ 8 ഫുട്ട് നിസാൻസായിട്ട് റോഡാണ്. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇതുപോലെ മണ്ണിട്ട് റോഡ്, ആ കാണുന്ന തന്നെ താട്ട റോഡാണ്. താട്ട റോഡിൻ്റെ മുകളിൽ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഇതുപോലെ മണ്ണിട്ട റോഡാണ്. ഒരുപാട് വീടുകൾ വരുന്ന ഏരിയയാണ്. ഈ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ മുൻവശത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ 7 സെൻറ്റ് സ്ഥലം വീടാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് മുൻവശത്തുണ്ട്. ഒരു 2 ഇന്നോവ കാറൊക്കെ നിർത്തിയിട്ടാൽ സ്പേസ് ബാക്കിയാണ്. വീടിൻ്റെ വലതുവശത്ത് മുൻവശത്ത് തന്നെ കിണറുണ്ട്. അതുപോലെ തന്നെ അടുത്ത വശത്ത് നമുക്ക് ഒരു ചെറിയൊരു മാവ് കാണുന്നുണ്ട് കേട്ടോ. മാവ് എന്ന് പറഞ്ഞാൽ ചെറിയ മാവാണ് പോലും കാണില്ലതാ, ചെറിയൊരു മാവ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഫുള്ള് മാങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇടത് ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വലത് ഭാഗത്താണ് കിണർ കാണുന്നത്. കിണറിൻ്റെ മുന്നിൽ സ്പേസ് ഉണ്ട്. അവിടെ ഒരു മാവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിണറിലെ വെള്ളമൊക്കെ നോക്കാം. നല്ല അടിപൊളി വെള്ളം കേട്ടോ. കിണറിൻ്റെ ഏറ്റവും അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയും ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇവിടെ ഇനി വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ 2 കാറ് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ വേണമെങ്കിൽ ഇനി ഒരു 2 കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ വേറെ കാണുന്നുണ്ട് കേട്ടോ. അത്രയും സ്ഥലം ഈ വീടിൻ്റെ വലതുവശത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുതിയ വീടാണ്. പണിയൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുള്ള വീടാണ്. നിലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പെയിൻ്റ് അടിക്കുക, ഒന്ന് വൃത്തിയാക്കുക മാത്രം പണി നമുക്ക് വരുന്നുള്ളൂ. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. വീടിൻ്റെ ഇടതുവശത്ത് കേട്ടോ ചെറിയൊരു തെങ്ങുണ്ടേ. തെങ്ങുണ്ടല്ലോ, അതൊക്കെ നിറച്ച് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന അത്രയും താഴത്താണ് ഉണ്ടോ കിടക്കുന്നത് കേട്ടോ. അത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. വീടിൻ്റെ പുറകുവശം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിലൊക്കെ. അപ്പോൾ നമ്മൾ 7 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂമുള്ള വീട്, കിണർ, കോഴിക്കോട് കോട്ടുപ്പാട് കേട്ടോ. കോട്ടുപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഒറ്റത്തെങ്ങിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വെള്ളം എന്നൊക്കെ നല്ല അടിപൊളി വെള്ളം കേട്ടോ. വെള്ളം കയറാത്ത ഏരിയയാണ്. നല്ല അടിപൊളി വെള്ളം കിട്ടും ചെയ്യും. വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ ഉണ്ടാക്കിയ വീടല്ലത്, അവർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വൃത്തിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരൊറ്റ പെയിൻ്റ് അടിച്ചിട്ട് ഫുള്ള് പഠിച്ച് ലൈറ്റൊക്കെ പറ്റിയ ആളത്തൊക്കെ ലൈറ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീടായി. നേരത്തെ ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളി വീടായി. 7 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂമുള്ള പുതിയ വീട് തന്നെ കേട്ടോ. അത് ആൾ താമസിക്കുന്നുണ്ട്. കുറച്ചൊരു ബാക്കുകൾ കാണാം. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയൊക്കെ പെയിൻറ്റിൻ്റെ പണിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വീടിന് ചോദിക്കുന്ന വില 52 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ ഇങ്ങനെ റോഡ് പോയിട്ട് വലത് ഭാഗത്തേക്ക് റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഭാവിയിൽ ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഒന്നുകൂടി ഒരു കാഴ്ചക്കുള്ള രൂപമാവും. അതുപോലെ തന്നെ കുറച്ച് ഈ പണിയൊക്കെ ബാക്കി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫാൻസി ടൈപ്പ് വീടാവും കേട്ടോ. കാരണം ഫുള്ള് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. ഇവർ ചോദിക്കുന്ന വില കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള വിലയാട്ടോ ചോദിക്കുന്നത്. 52 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 സെൻറ്റ് സ്ഥലമുണ്ട്. കോട്ടുപാടൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നല്ല ചാൻസിൽ വന്നിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മളെ ചാനൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട് പറമ്പൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ, വാടക കൊടുക്കാനുണ്ടെങ്കിൽ, പണയത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ എന്തുമായിക്കോട്ടെ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.